ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളറിയാതെ നമ്മളെ സ്നേഹിക്കുന്ന ചില ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർ ഡയറക്റ്റ് ആയിട്ട് നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അവർ അറിഞ്ഞോ അറിയാതെയോ കാണിക്കുന്ന ചില സൈൻസ് കൊണ്ട് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് സൈൻ സംവൺ അട്രാക്റ്റഡ് ടു യു. ഇപ്പൊ നിങ്ങളുടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആരും ആയിക്കോട്ടെ, അവർക്ക് നിങ്ങളോടൊരു പ്രത്യേക അഫെക്ഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില സൈൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് മിറർ യുവർ ആക്ഷൻസ്. അതായത് ഇപ്പൊ നിങ്ങളും നിങ്ങൾക്ക് അഫെക്ഷൻ ഉണ്ടോ എന്ന് ഡൗട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണും ഇരുന്ന് സംസാരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ആള് കോപ്പി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് അത് അവര് കോൺഷ്യസ്ലി ചെയ്യുന്നതല്ല. നോർമലി നമ്മുടെ ബ്രെയിനിന് നമുക്ക് അട്രാക്ഷൻ ഉള്ള ഒരു വ്യക്തി കാണിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് അയാൾ കോൺഷ്യസ്ലി ചെയ്യുന്നതല്ല. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മേ ബി കൈ കൊണ്ട് ഇങ്ങനെ ഹെയർ ബാക്കിലേക്ക് ആക്കേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ആക്ഷൻ കാണിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പിന്നീട് ആ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ സെയിം സാധനം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത്തരത്തിൽ നിങ്ങളെ കോപ്പി ചെയ്യാനായിട്ട് അവർ ട്രൈ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതും ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി നമ്മുടെ സെക്കൻഡ് പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളും ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണും ഇരുന്ന് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഷൂ നിങ്ങളുടെ നേരെ പോയിന്റഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ മേ ബി അത് കോയിൻസിഡൻസ് ആയിട്ട് സംഭവിക്കാം. പക്ഷെ നിങ്ങളൊരു ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ പോലും ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നിങ്ങളെ ആയിരിക്കും അവരുടെ ഷൂ പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ ഒരു തവണയോ രണ്ട് തവണയൊക്കെ അങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേ ബി കോയിൻസിഡൻസ് ആയിരിക്കും. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. എപ്പോഴും അവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ വേറൊരു ആംഗിളിലേക്ക് അല്ലെങ്കിൽ വേറൊരു സൈഡിലേക്ക് അവരുടെ ബോഡി തിരിച്ചിട്ടാണ് അവർ ഇരിക്കുന്നതെങ്കിൽ പോലും ഷൂ എപ്പോഴും നിങ്ങളുടെ നേരെ പോയിന്റഡ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ മൂന്നാമത്തെ ഒരു സൈൻ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗേൾസ് ഒക്കെ ആണെങ്കിൽ അവര് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഹെയറിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ വാച്ച്, ചെയിൻ, അങ്ങനെ അവരുടെ ആക്സസറീസിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ബോയ്സ് ആണെങ്കിൽ അവരുടെ ഹെയർ ഇങ്ങനെ പുറകോട്ട് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മളറിയാതെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ചില ആക്ടുകളാണത്. അത് നമ്മൾ അറിയാതെ സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. അപ്പൊ ഇത് നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണോട് എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് അവരങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോട്ടീസ് ചെയ്യുക. ഇതും ഇതിന്റെ ഒരു സൈൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നാലാമത്തെ പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ വോയിസ് ചേഞ്ചസ് അറൌണ്ട് യു. അതായത് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ വോയിസ് മോഡുലേഷനിൽ വരുന്ന മാറ്റങ്ങളാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ടീച്ചർ ആണെങ്കിൽ അവർ ക്ലാസ് എടുക്കുന്ന സമയത്ത് സംസാരിക്കുന്ന വോയിസ് മോഡുലേഷനിലായിരിക്കില്ല അവരുടെ കൊളീഗ്സിനോട് സംസാരിക്കുന്നത്. ആ ഒരു വോയിസ് മോഡുലേഷനിലായിരിക്കില്ല അവരുടെ പാരന്റ്സിനോട് സംസാരിക്കുന്നത്. അത് തികച്ചും ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഏതൊരു മനുഷ്യനും പല സാഹചര്യങ്ങളിലും പല ആളുകളോടും സംസാരിക്കുന്ന വോയിസ് മോഡുലേഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മറ്റു ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്നത് മേ ബി നോർമൽ ആയിട്ടുള്ള ഒരു ടോണിലായിരിക്കും. പക്ഷെ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഒന്നുകൂടി സ്വീറ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈൻ ആയിട്ട് പറയാനായിട്ട് പറ്റും. മനുഷ്യർക്ക് പൊതുവെ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്കൊരു അഫെക്ഷൻ, അട്രാക്ഷൻ ഒക്കെ തോന്നുന്ന ആളുകളോട് ഭയങ്കര സ്വീറ്റ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി അൺകോൺഷ്യസ്ലി വരുന്നതാണ്. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന അടുത്തൊരു പോയിന്റ് ആണ് പ്യൂപ്പിൾ ഡയലേഷൻ. നോർമലി നമ്മൾ എക്സൈറ്റഡ് ആവുന്ന സമയത്ത് നമ്മളുടെ പ്യൂപ്പിൾ ഇങ്ങനെ ഡയലേറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ നമുക്ക് അഫെക്ഷൻ ഉള്ള ഒരാളടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് ഒരു മൈക്രോ ഒബ്സർവേഷൻ വേണം. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്യൂപ്പിൾ ഇങ്ങനെ ഡയലേറ്റ് ചെയ്യുന്നതായിട്ടും കോൺട്രാസ്റ്റ് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റും. അത് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ പ്യൂപ്പിൾ ഡയലേഷൻ എന്ന് പറയുന്നത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു സൈൻ ആണ്. അവർക്ക് നിങ്ങളോട് അട്രാക്ഷൻ ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു സൈൻ ആണത്. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരെ അവർ ഓർത്തു വെക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കൊരു എക്സാം ഉണ്ട്, അപ്പൊ നിങ്ങൾ മേ ബി അതിനെക്കുറിച്ച് മറന്നു പോയിട്ടുണ്ടെങ്കിലും അവർ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. അതേപോലെ നിങ്ങളുടെ ബർത്ത്ഡേ, നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ ഓർത്ത് വെക്കുക. ഇപ്പൊ നിങ്ങളൊരു
പുതിയതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഡ്രസ്സൊക്കെ ചെയ്തു വരുമ്പോൾ ആ ഡ്രസ്സിനെ അപ്രിഷിയേറ്റ് ചെയ്യുക, അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ്സ് വരെ അവർ നോട്ടീസ് ചെയ്ത് പറയാം, ഇതിലേക്ക് ഈ കളർ ഒന്നുകൂടെ ഭംഗിയായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഗേൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു ഗേൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഫേസിൽ ഇപ്പൊ ഐലൈനറിന്റെ ചെറിയ വാലൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് വരെ നോട്ടീസ് ചെയ്ത് പറയാ. അങ്ങനെ നിങ്ങളുടെ മൈന്യൂട്ട് ആയിട്ടുള്ള തിങ്സ് വരെ അവർ നോട്ടീസ് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു അട്രാക്ഷന്റെ ഒരു പാർട്ടാണ്. അവർക്ക് നിങ്ങളോട് ഒരു പ്രത്യേക തരം അഫെക്ഷൻ ഉണ്ട് എന്നാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോ അവർ നിങ്ങളടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു കോൺവെർസേഷനിലാവുമ്പോൾ ഇപ്പൊ നിങ്ങളാണ് സംസാരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവരുടെ കംപ്ലീറ്റ് അറ്റൻഷനും നിങ്ങളുടെ മേലിലായിരിക്കും ഉണ്ടായിരിക്കുക. അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ അവരുടെ ശ്രദ്ധ മാറിപ്പോകുന്നതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങളിപ്പോ ഒരു 1 hour നീണ്ടു നിൽക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും അവർ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബോറടിയും കൂടാതെ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങളൊരു ജോക്ക് പറയാണ്, അതിപ്പോ അതിന് മാത്രം കോമഡി ഒന്നും അല്ലെങ്കിൽ പോലും അവരതിന് ഓവറായിട്ട് ചിരിക്കുക, ഓവറായിട്ട് എക്സ്പ്രസീവ് ആവുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ഒരു അട്രാക്ഷന്റെ പാർട്ടാണ്. അടുത്തത് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ഇപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ, അതായത് നിങ്ങളോട് ഒരു അഫെക്ഷനോ അട്രാക്ഷനോ ഉള്ള ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് അവർക്കൊരു ചെറിയ നെർവസ് ആയിട്ടാണ് അവർ ഉണ്ടായിരിക്കുക. അതായത് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം പറ്റുമോ, അല്ലെങ്കിൽ അവർ പറയുന്ന എന്തെങ്കിലും കാര്യം തെറ്റായി പോവോ, അങ്ങനെ അവരെപ്പോഴും കോൺഷ്യസ് ആയിരിക്കും. അത് നിങ്ങളെ എപ്പോഴും ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെ കാണുന്ന സമയത്ത് അവർക്കൊരു നെർവസ് ഫീൽ ഉണ്ടായിരിക്കും. മേ ബി അത് സ്റ്റാർട്ടിങ്ങിലേ ഉണ്ടാവുള്ളൂ, കുറച്ചു നേരം കഴിഞ്ഞാൽ മാറും. എന്നാൽ പോലും നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അവർ നെർവസ് ആവുന്നതായിട്ട്. അപ്പൊ എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, ഈ പറഞ്ഞ എല്ലാ സൈൻസ് ഒന്നും കാണിക്കണം എന്നില്ല മേ ബി അവർക്ക് നിങ്ങളോട് അഫെക്ഷൻ ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ. ഇതിലൊരു 3 അതിൽ കൂടുതലോ സൈൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അവർക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു അഫെക്ഷൻ ഉണ്ട് എന്നുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.